എനിക്ക് ബെഡ് കാഫി കുടിക്കുന്ന ശീലം പണ്ടില്ലായിരുന്നു. പിന്നെ ബെഡ് കോഫിക്ക് പകരം തേനായിരുന്നു കുടിച്ചിരുന്നത്? അതൊന്നും അല്ലച്ചാ. വെളുപ്പിന് 4 മണിക്ക് 2 കുറ്റി പുട്ടും മുട്ടക്കറിയും 2 പപ്പടവും കൂട്ടി ഒരു പിടിപിടി. നേരം പരപരാ വെളുത്തതേ ഉള്ളൂ. തള്ളു തുടങ്ങി. രാജുവിനെ കണ്ടായിരുന്നോ അമ്മ? ഇല്ല. പിന്നെ അവനത് എവിടെ പോയി? അവൻ വല്ല നടക്കാനോ മറ്റോ പോയിട്ടുണ്ടാവൂടി. നടക്കാൻ പോകുന്ന ശീലം ഇപ്പൊ അവനില്ല. വൈകിട്ട് ചിലപ്പോ ജിമ്മിൽ പോവും. അല്ല, ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വെളുപ്പാങ്കാലത്ത് മുറിയിലില്ലെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. അല്ല, പിള്ളേര് വഴിതെറ്റി പോകുമ്പോ അവരെ കൺട്രോൾ ചെയ്യേണ്ടത് രക്ഷകർത്താക്കളാണ്. അമ്മ പറയുന്നതിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. അതെന്താണെന്നൊന്ന് പറയൂ. അല്ല, പിള്ളേരല്ലേ. എന്തായാലും ഭാര്യ ഇവിടെ ഇല്ല. എന്നാ ആ പഴയ രമ്യയുടെ അടുത്തോട്ടൊന്ന് പോയാലോ എന്ന് അവൻ വിചാരിച്ച അതിൽ തെറ്റു പറയാനില്ല. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഈ പേട്ടുതള്ളയുടെ നാക്കിന്ന് എന്തെങ്കിലും കേട്ടാലുണ്ടല്ലോ. അല്ല, നിങ്ങളെല്ലാരും കൂടെ ചൂടാവുന്ന എന്തിന്? ഇതൊക്കെ ഈ നാട്ടില് സർവ്വസാധാരണമല്ലേ. ചെറുപ്പക്കാരായ എങ്ങനെയൊക്കെയാ? എടീ, ഇവരീ വീട്ടിലൊരു അലങ്കോലത്തിനുള്ള തിരി കൊളുത്തുക. പെൺപിള്ളാരെ കണ്ട തല ഉനിച്ച് നടക്കുന്ന രാജുവിനെ പറ്റി ഇവര് പറഞ്ഞത് കേട്ടില്ലേ? വന്ന് ഇവരിപ്പോ ഒരു മഹാശല്യമായിട്ട് മാറുക വേണുവേട്ടാ. എന്ത് ചെയ്യാം? അനുഭവിച്ചല്ലേ പറ്റൂ. എടേ, നീ പോയി രാജുവിനെ വിളിച്ചേ. അവൻ രാവിലെ വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കും. ശരി അച്ഛാ. അള്ളേ, ഇനിയെങ്കിലും നാവടക്കി ഇവിടെ നിന്നില്ലെങ്കിൽ പിടിച്ച് ചാക്കി കെട്ടി കൊടുവനത്തി കൊണ്ടുപോയി തള്ളി ഞാൻ. എന്നാ പിന്നെ എന്തേലും വിളിക്ക്. ഒരു സന്യാസിയെ പോലെ നടന്ന രാജു ഗുരുസ്വാമി എത്ര പെട്ടെന്ന് സ്നേഹനിധിയായ ഹസ്ബൻഡ് ആയത്. വാസ്തവം പറഞ്ഞ ഞാൻ കല്യാണേ കഴിക്കണ്ടെന്ന് കരുതി നടന്നതാ. സ്വാമി ആകാനായിരുന്നല്ലേ ആഗ്രഹം? സ്വാമി ആസാമിയൊന്നും ആകാനല്ല. പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏൽക്കാതെ ഇങ്ങനെ ഉഴപ്പനായിട്ട് നടക്കണം. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ പിടിച്ച് തളച്ചു അല്ലേ? തളയ്ക്കാൻ ഞാനെന്താ ആനയാണോ? സന്യാസിയായി പോയാ എന്റെ ഋതുക്കുട്ടിയെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റായിരുന്നോ? പോയെ ഇനി മഴക്കാലം വരട്ടെ. മഴ നനഞ്ഞോണ്ട് പ്രേമിക്കാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ലേ? അതേട്ടാ, അത് ശരിയാ. എല്ലാവരും വന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? വിശപ്പുള്ളവരൊക്കെ വന്ന് കഴിച്ചോളും. അതാണോ ചേച്ചി അതിന്റെ മര്യാദ? കൂടുമ്പോ ഇൻപോളല്ലേ കുടുംബം. ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത് ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെയാ. കുടുംബം ഐശ്വര്യപൂർണ്ണമാണെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലും വെളിച്ചമുണ്ടാവും. അതാണ് സത്യം. അതിന് ചേച്ചി കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ഉണ്ടായിരുന്ന സ്വന്തം കുടുംബവും തകർത്ത് കളഞ്ഞില്ലേ? ശേഖര, മര്യാദയ്ക്ക് സംസാരിക്കണം. ഓരോ കാരണങ്ങൾ കൊണ്ടേ എന്റെ കൺട്രോള് പോയിരിക്കുവാ. ഞാൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ കുടുംബം ഞാൻ തകർത്തൊന്നുമില്ല. എടാ,
ഇതാ എന്റെ കുടുംബം. എന്താ ചേച്ചി ഇത്? അവൻ ചേച്ചിയേക്കാൾ എത്ര വയസ്സിനുള്ളതാ? അവൻ എന്തെങ്കിലും ഒരു അവിവേകം പറഞ്ഞിരിക്കട്ടെ. ചേച്ചിയല്ലേ ഞങ്ങളെക്കാളും മൂത്തത്. ചേച്ചിയല്ലേ ക്ഷമിക്കേണ്ടത്. സമ്പത്തല്ല ചേച്ചി മനുഷ്യന് വലുത്, സമാധാനമാണ്. അത് മറക്കരുത്. പോട്ടെ, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ദിവസത്തിന്റെ ശോഭ കളയരുത്. ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും പ്രതാപേട്ട. ഇവനിപ്പോ പുത്രിവാത്സല്യം അല്പം കൂടുതലാ. ഞാൻ അവരെ പോയി വിളിക്കാം. അല്ല, അവരെന്താ VIP കളാണോ ക്ഷണിക്കാൻ? വരുമ്പോ വരട്ടെ.